ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട 10 വിജയവർഷങ്ങൾ. ഇത്രയും ഗുരുതരമായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ചർച്ച ചെയ്യാതെ മാധ്യമങ്ങളെ നിയന്ത്രിച്ചിരിക്കുന്നതാണ് മുഖ്യന്റെ മറ്റൊരു പവർ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് സത്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിതാ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക മൊഴിയെടുപ്പുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ശബരിമല തന്ത്രിമാരായ കണ്ഠരര് രാജീവരുടെയും മോഹനരരുടെയും മൊഴിയാണ് SIT രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് തന്ത്രിമാരുടെ നിർണായക മൊഴിയെടുത്തത്. മന്ത്രിമാരും CPMന്റെ ഉച്ചിഷ്ടം തിന്നുന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വലിയ മോഷണത്തിൽ തന്ത്രിമാരെ ഉപയോഗിച്ചും പലതും ചെയ്യാൻ നോക്കുകയായിരുന്നു ആ കള്ളന്മാർ. എന്നാൽ അയ്യപ്പന്റെ പ്രതിനിധിയായി തന്നെ നിയോഗിക്കപ്പെട്ട തന്ത്രിമാർക്ക് പിഴച്ചിട്ടില്ല എന്നുറപ്പിക്കുന്നതാണ് അവരുടെ മൊഴികൾ. പക്ഷേ ഒന്ന് തീർത്ത് പറയാം, കള്ളന്മാർ എല്ലാം കുടുങ്ങാൻ പോവുകയാണ്. ഇരുവരും SIT ഓഫീസിൽ എത്തിയാണ് മൊഴി നൽകിയത്. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നാണ് തന്ത്രിമാർ പറഞ്ഞത്. അതുപോലെ തന്നെ സ്വർണ്ണപ്പാളിയിൽ അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞതു പ്രകാരമാണെന്നും ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തന്ത്രിമാരുടെ ചുമതലയെന്നുമാണ് മൊഴി. അതുപോലെ അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് തന്ത്രിമാരുടെ നിർണായക മൊഴിയെടുത്തത്. എന്നാൽ ദ്വാരപാലക ശില്പം സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് മുരാരി ബാബു പറയുന്നത് കള്ളമെന്നായിരുന്നു നേരത്തെ തന്ത്രി കണ്ഠരര് രാജീവര് പ്രതികരിച്ചിരുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിനായി ചെന്നൈയിൽ കൊണ്ടുപോകാൻ താൻ അനുമതി കൊടുത്തിട്ടില്ലെന്നും തന്ത്രി കണ്ഠരര് രാജീവര് പറഞ്ഞിരുന്നു. അതുപോലെ ശില്പങ്ങളുടെ കുറച്ചു ഭാഗം നിറം മങ്ങിയെന്നും അറ്റകുറ്റപ്പണി നടത്താൻ അനുമതി വേണമെന്നും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണെന്നും ഇങ്ങോട്ട് എഴുതി ചോദിച്ചതിന്റെ മറുപടി മാത്രമാണ് കൊടുത്തതെന്നും രാജീവര് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അടിഭാഗത്ത് മാത്രമാണ് കുറച്ച് മങ്ങൽ വന്നത്. ശബരിമലയിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്താനാണ് താൻ അനുമതി കൊടുത്തത്. തന്ത്രി എന്ന നിലയിൽ ചെന്നൈയിൽ കൊണ്ടുപോകാൻ അനുമതി കൊടുത്തിരുന്നില്ല എന്നും സ്വർണം പൂശാൻ കൊണ്ടുപോയത് തന്റെ അനുമതി വാങ്ങാതെയാണ്. ഇപ്പോഴും സ്വർണം പൂശുന്നതിനായി ചെന്നൈയിൽ കൊണ്ടുപോയത് തന്റെ അനുമതി ഇല്ലാതെയാണ്. കൂടാതെ എല്ലാം സ്വർണം തന്നെയാണ്, ചെമ്പല്ല. താൻ നൽകിയ കത്തുകളിൽ എല്ലാം സ്വർണം എന്നാണ് എഴുതിയിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ എല്ലാം സ്വർണമാണ്. 2019 ഇപ്പോഴായാലും പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ താൻ പറഞ്ഞിട്ടില്ലെന്നുമാണ് രാജീവര് പറയുന്നത്. എന്തായാലും ഇതിൽ നിന്നെല്ലാം കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടാവും. 10 വർഷം കൊണ്ട് കൊള്ളയടിച്ച സ്വർണവും പണവുമെല്ലാം എവിടെ കൊണ്ടുപോയാണ് വെച്ചിരിക്കുന്നത് എന്നും അത് ആരുടെയൊക്കെ പക്കലാണ് ഉള്ളത് എന്നും അതുകൊണ്ട് ആരൊക്കെ പുട്ടടിച്ചിട്ടുണ്ട് എന്നുമെല്ലാം വഴിയേ അറിയാം.